അമൂല്യമായ സ്വർണത്തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ. അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ, ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം, ഫസ്റ്റ് ഫ്ലോർ, തൈക്കാട്ടിൽ ബിൽഡിംഗ്, ചേലക്കര. തോന്നൂർക്കര പാറപ്പുറത്ത് LDF വാഹന പ്രചരണത്തിന്റെ അകമ്പടി വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ഭാരതീയ ജനതാ പാർട്ടി. കഴിഞ്ഞ ദിവസം മന്ത്രി രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മാരകായുധം പിച്ചാത്തി തിളക്കം പോലെ വാളിൻ്റെ തിളക്കമാണ് രാധാകൃഷ്ണൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ, അഥവാ രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ മാരകായുധം ഉപയോഗിക്കുന്ന അക്രമിയായി രാധാകൃഷ്ണൻ മാറി എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പുണ്യാളനായിട്ട് അറിയപ്പെടുന്ന ആളാണ് കെ രാധാകൃഷ്ണൻ. ഞാനുമായി ദീർഘകാലത്തെ ബന്ധവും വ്യക്തിബന്ധവുമുള്ള ആളാണ്. പക്ഷെ മാരകായുധവുമായി നടക്കുന്ന മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് ഇന്നലെയാണ് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം പട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ലാമല പഞ്ചായത്തിൽ പട്ടിപ്പറമ്പ് അടക്കമുള്ള പല സ്ഥലങ്ങളിലും BJPയുടെ പ്രചരണ ബോർഡുകൾ, പ്രചരണ കട്ടൗട്ടറുകൾ, ഡോക്ടർ TN സരസുവിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളടക്കം കത്തിക്കുകയുണ്ടായി. പല സ്ഥലത്തും അത് നശിപ്പിച്ചു. ഡോക്ടർ TN സരസു പിടിക്കുന്ന ഓരോ വോട്ടും രാധാകൃഷ്ണൻ്റേതാണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാവാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരാതമായ കശ്മലമായ പ്രവൃത്തിയിൽ മനംനൊന്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ് TN സരസു. ഡോക്ടർ TN സരസുവിനെ വിരമിക്കുന്ന സമയത്ത് വിക്ടോറിയ കോളേജിൽ വെച്ച് ജീവനോടെ അടക്കം ചെയ്ത് റീത്ത് വെച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയുധം എന്നത് അലങ്കാരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയുധം അലങ്കാരമാണ്. ആയുധം കൊണ്ടാണ് അവർ വിജയം നേടുന്നത്, ആയുധം കൊണ്ടാണ് അവർ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്, ആയുധം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആയുധമുണ്ടാക്കി, ബോംബുണ്ടാക്കി കണ്ണൂരിൽ അത് പൊട്ടി മാർക്സിസ്റ്റുകാരൻ മരിച്ചത്. ആയുധം ജനങ്ങൾ കണ്ടെത്തിയാൽ അവരതിന് ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും. രാധാകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ ആയുധം, ആ ആയുധത്തിനും പുതിയ വ്യാഖ്യാനം ചമച്ചിട്ടുണ്ട്. അത് ഫ്ലെക്സ് കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവരുടെ ആയുധം. വടിവാളിൽ ഫ്ലെക്സ് കെട്ടുന്ന ആദ്യത്തെ മന്ത്രി രാധാകൃഷ്ണനായിരിക്കും. വടിവാള് കൊണ്ട് ഫ്ലെക്സ് കെട്ടുന്ന ആദ്യത്തെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയായിരിക്കും. വടിവാള് കൊണ്ട് പ്രചരണം നടത്തുന്ന പാർട്ടിയും മന്ത്രിയും കെ രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം. കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ BJP അനുവദിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായി ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചേലക്കര പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. 2 കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇൻചാർജ് എന്ന നിലയിൽ ഞാനും, മറ്റൊന്ന് ഈ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കണ്ണനും. ഞങ്ങൾ രണ്ടും ചേലക്കര പോലീസിലും അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന ഇതര സ്ഥാനാർത്ഥികളുടെ ബോർഡുകളൊക്കെ നശിപ്പിക്കുന്ന ഒരുതരം അധമത്വം നിറഞ്ഞ ധാർഷ്ട്യം പ്രകടിപ്പിക്കുക, മറുഭാഗത്ത് അധമത്വം നിറഞ്ഞ ആയുധം ഉപയോഗിച്ചുള്ള പ്രവർത്തനം നടത്തുക.
ഇതങ്ങേയറ്റം അപലപനീയമാണ്, മ്ലേച്ഛമാണ്, മന്ത്രിക്ക് യോജിക്കാത്തതാണ്. രാധാകൃഷ്ണൻ ജയിച്ചാലും രാധാകൃഷ്ണൻ തോറ്റാലും ജനാധിപത്യ പ്രക്രിയയിലാണ് അതൊക്കെ നടക്കേണ്ടത്. മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടല്ല ആരെയും കീഴടക്കേണ്ടത്. പനച്ചൂരാൻ്റെ വരികൾ നമുക്കെല്ലാവർക്കും അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പനച്ചൂരാൻ എഴുതിയ കവിതയുണ്ടല്ലോ, മൂർച്ചയുള്ള ആയുധമല്ല സമരായുധമാവേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ മൂർച്ചയുള്ള വടിവാൾ ഉപയോഗിച്ചാണ് പ്രചരണത്തിൽ മുന്നേറാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനോ ശ്രമിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം മാറി വടിവാൾ ചിഹ്നമായി ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാറും. അരിവാൾ ചുറ്റിക നക്ഷത്രം മാറി ഈനാമ്പേച്ചി മരപ്പട്ടിയൊക്കെ ആകും. അതാകാതിരിക്കാനാണ് മത്സരിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞു. പക്ഷേ ഈനാമ്പേച്ചി മരപ്പട്ടിയേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോജിക്കുക വടിവാളാണ്. ഒരു വടിവാൾ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധപ്പതിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ മുഖ്യമന്ത്രിയും ഇന്ന് കാണുന്ന മന്ത്രിമാരൊന്നും അടുത്ത കാലത്ത് ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു വടിവാൾ മന്ത്രിയായി രാധാകൃഷ്ണൻ മാറുന്നു, ഒരു വടിവാൾ പാർട്ടിയായി CPM മാറുന്നു. ഇത് അപലപനീയവും മ്ലേച്ഛവുമാണെന്ന് ഞാൻ പറഞ്ഞു, ജുപ്സാവഹമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം. മന്ത്രി മറുപടി പറയണം. രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം. രാധാകൃഷ്ണൻ വേണ്ടിയിട്ടില്ല, രാധാകൃഷ്ണൻ അനങ്ങിയിട്ടില്ല. ഫ്ലെക്സ് കെട്ടാൻ വേണ്ടി വടിവാൾ ഉപയോഗിച്ചതാണോ എന്ന് രാധാകൃഷ്ണൻ പറയണം. ഫ്ലെക്സ് കെട്ടാനായിട്ട് ആയുധമേ ആവശ്യമില്ല, നമ്മളൊക്കെ ഫ്ലെക്സ് കെട്ടാനുള്ളതാണ്. കൂടി വന്ന ഒരു കയറ് മുറിക്കാനേ വേണ്ടു, അതിന് വടിവാൾ എന്തിനാ? അപ്പോൾ വടിവാൾ കൊണ്ട്, മാരകായുധം കൊണ്ട് മറുപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് CPM ഈ ആലത്തൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ നാളെ അക്രമമുണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ്. ആലത്തൂർ മണ്ഡലത്തിൽ അക്രമത്തിലൂടെ ആലത്തൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ രാധാകൃഷ്ണനും കൂട്ടരും ആസൂത്രണം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നലത്തെ വടിവാൾ. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം, ആ ജനവികാരം രാധാകൃഷ്ണനെതിരെ തിരിയുമെന്ന് ബോധ്യമായപ്പോൾ രാധാകൃഷ്ണൻ വടിവാളുമായി രംഗത്തിറങ്ങിയതാണ്. ഇത് നാളത്തെ വടിവാളാണ്. ഇത് നാളെ ഉപയോഗിക്കാൻ വേണ്ടി കരുതി വെച്ച വടിവാളാണ്. അതുകൊണ്ട് ഈ വടിവാൾ രാഷ്ട്രീയം അവസാനിക്കണം. ഈ വടിവാൾ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ വടിവാൾ രാഷ്ട്രീയത്തെ ജനാധിപത്യ വിശ്വാസികൾ എതിർക്കണം, അതിശക്തമായി അപലപിക്കണം. വടിവാൾ കൊണ്ടല്ല വോട്ട് പിടിക്കേണ്ടത്, മാരകായുധം കൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടത്. ജനാധിപത്യ പ്രക്രിയയിൽ മാരകായുധത്തിന് സ്ഥാനമില്ല, വടിവാളിന് സ്ഥാനമില്ല. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്.